സംസ്ഥാനത്ത് മുഖ്യമന്ത്രി തീരുമാനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. കൂടുതൽ ചർച്ചയ്ക്ക് ഹൈക്കമാൻഡ് മുൻ KPCC അധ്യക്ഷന്മാരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. വിവരങ്ങളുമായി ഡി ബിനോയാണ് ചേരുന്നത്. ബിനോയ്, ഇപ്പോൾ മുഖ്യമന്ത്രി അനിശ്ചിതത്വം ഇപ്പോഴും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ചർച്ചയ്ക്ക് ഇപ്പോൾ ഹൈക്കമാൻഡ് മുതിർന്നിരിക്കുകയാണ്. മുൻ KPCC അധ്യക്ഷന്മാരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ഇതിനുശേഷം മാത്രമേ ഇത്തരത്തിൽ മുഖ്യമന്ത്രി ആരാണ് എന്നതിലൊരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. വിവരങ്ങൾ എങ്ങനെയാണ്? ആദ്യഘട്ട ചർച്ച പൂർത്തിയായിട്ടും ഇതുവരെയായും ഒരു അനിശ്ചിതത്വത്തിൽ നിന്നും പിന്മാറാനോ അല്ലെങ്കിൽ ഒഴിവാക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് KPCC മുൻ അധ്യക്ഷന്മാരെ എല്ലാം തന്നെ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. K. സുധാകരൻ, K. മുരളീധരൻ, MM ഹസൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഒപ്പം തന്നെ ഇതുകൂടാതെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കേരളത്തിലെ സീനിയർ കോൺഗ്രസ് നേതാവ് എന്ന നിലയ്ക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ ഉള്ളവരെയാണ് ഇപ്പോൾ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. നാളെ ഡൽഹിയിൽ എത്തിച്ചേരാനാണ് രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മാത്രവുമല്ല, കേരളത്തിൽ നിന്നുള്ള 3 പേരും, അതായത് രമേശ് ചെന്നിത്തല, VD സതീശനും ഒപ്പം KC വേണുഗോപാലും മുഖ്യമന്ത്രി പദത്തിൽ നിന്നും പിന്മാറില്ല എന്ന് കർശന നിലപാട് സ്വീകരിച്ചതോടുകൂടിയാണ് ചർച്ചകൾ മറ്റൊരു ഘട്ടത്തിലേക്ക് നീങ്ങുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു: മുഖ്യമന്ത്രി തീരുമാനം ഇനിയും വൈകാനാണ് സാധ്യത. മാത്രമല്ല, നാളെ ഡൽഹിയിലെത്തുന്ന നേതാക്കന്മാരുമായി ചർച്ച നടത്തും. അതിനുശേഷം വേണ്ടി വന്നാൽ ഘടകകക്ഷി നേതാക്കളെയും ഡൽഹിയിലേക്ക് വിളിപ്പിക്കും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്തായാലും ഡൽഹിയിലേക്ക് പോകുന്നില്ല. പകരം പറയാനുള്ള കാര്യങ്ങൾ ടെലിഫോണിലൂടെ അറിയിക്കാം എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. ബാക്കിയുള്ള നേതാക്കളെല്ലാം തന്നെ ഇന്നും നാളെയുമായി ഡൽഹിയിലേക്ക് പുറപ്പെടും. അതിനുശേഷം രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയെന്നും ഈ ചർച്ചയിൽ വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയപരമായ ഇപ്പോഴത്തെ സാഹചര്യവും തെരഞ്ഞെടുപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ ഇടയുള്ള സാഹചര്യങ്ങളുമെല്ലാം തന്നെ കൃത്യമായി പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയുമായി ചർച്ച ചെയ്തെന്നും അതിനിടയിൽ ലീഗിൻ്റെ ഒരു സാധ്യത, ഇതെല്ലാം ചർച്ച ചെയ്യാനൊപ്പം തന്നെ VD സതീശന് അനുകൂലമായൊരു നിലപാട് പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല. ഒരു കാര്യം വ്യക്തമാണ്: പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടന്നു എന്നുള്ളതിന് വ്യക്തത വന്നിട്ടുണ്ട്. അതേസമയം AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നിലവിൽ ഇപ്പോൾ ഡൽഹിയിലില്ല, അദ്ദേഹം ബംഗളൂരുവിലാണ്. നേരത്തെ പ്രിയങ്ക ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെയുമായും നേരിൽ കണ്ട ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധി അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. നാളെ കേരളത്തിൽ നിന്ന് എത്തുന്ന നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തുന്നതിനൊപ്പം തന്നെ ഒരു പക്ഷേ സോണിയാഗാന്ധിയെ കാണാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഇതിനിടയിലാണ് ഘടകകക്ഷികളെ കൂടി ഡൽഹിയിലേക്ക് വിളിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ആലോചിക്കുന്നത്. ആദ്യഘട്ട ചർച്ച കാര്യമായി പൂർത്തിയാക്കി. പക്ഷേ അതിനിടയിൽ തന്നെയും ആരെ മുഖ്യമന്ത്രിയായി സ്ഥിരീകരിക്കണം അല്ലെങ്കിൽ ഉറപ്പാക്കണം എന്ന കാര്യത്തിൽ ഒരു പൂർണ്ണമായ തീരുമാനത്തിൽ എത്തിച്ചേരാൻ AICCക്ക് കഴിഞ്ഞില്ല. അത്രയധികം വിയോജിപ്പ് പല ഭാഗങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്ന് ഉയർന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ ഒരു സാഹചര്യം. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് കൂടുതൽ ചർച്ചകളിലേക്ക് നീങ്ങാൻ ഇപ്പോൾ AICC നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. നാളെ ഈ കേരളത്തിൽ നിന്ന് എത്തുന്ന മുൻ KPCC അധ്യക്ഷന്മാരുമായുള്ള ചർച്ച നടക്കും. അതിനുശേഷം വേണ്ടി വന്നാൽ ഈ രമേശ് ചെന്നിത്തലയും VD സതീശനെയും ഡൽഹിക്ക് വിളിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. എന്തായാലും ഗൗരവത്തോടു കൂടിയുള്ള ഒരു ചർച്ചകളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. നാളെ ആണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. നിലവിൽ എന്തായാലും മുൻ KPCC അധ്യക്ഷന്മാരെ ഡൽഹിക്ക് വിളിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചർച്ച വേറൊരു തരത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത് സോണിയാഗാന്ധി തന്നെയായിരിക്കും. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പിന്നീട് വ്യക്തമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ VD സതീശൻ്റെ ക്യാമ്പിലും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെ ക്യാമ്പിൽ നിന്നൊക്കെ ചില വിവരങ്ങൾ പുറത്തേക്ക് വന്നത് കൂടുതൽ ചർച്ചകൾ അനിവാര്യമാണ് എന്ന തരത്തിൽ തന്നെയാണ്. കാരണം ഈ 3 പേരുടെയും പേര് സ്ഥിരീകരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് സാഹചര്യങ്ങൾ നീളുന്നു. കാരണം KC വേണുഗോപാലിൻ്റെ പേര് ഉയർത്തിയപ്പോൾ മുതൽ തന്നെ കേരളത്തിൽ നിന്നുള്ള ഘടകകക്ഷികൾ വലിയ തരത്തിലുള്ള വിയോജിപ്പാണ് അറിയിച്ചത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ ഒരിക്കൽ പോലും തള്ളിക്കൊണ്ട ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസിന് എത്തിച്ചേരാൻ കഴിയില്ല. അതിനിടയിൽ KC വേണുഗോപാൽ പക്ഷം പൂർണ്ണമായും പറഞ്ഞത് ഒരു കാരണവശാലും ഘടകകക്ഷികളുടെ സമ്മർദ്ദങ്ങൾക്ക്
അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ വഴങ്ങരുത്. അത് പിന്നീട് ഒരു കീഴ്വഴക്കമായി മാറപ്പെടും. അത് അംഗീകരിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായും പാർട്ടി എടുക്കുന്ന തീരുമാനവുമായി മുന്നോട്ട് പോകണം എന്നൊക്കെ തന്നെ കെ സി വേണുഗോപാലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും അതൊന്നും തന്നെ മുഖവിലേക്ക് എടുക്കുന്നില്ല. പകരം എന്താണ് മറ്റ് ഘടകകക്ഷികൾക്ക് പറയാനുള്ളത് അതുകൂടി കേൾക്കും. അവരുടെ താല്പര്യം കൂടി കേട്ടുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുക. കാരണം പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അവർ മത്സരിക്കുന്ന വയനാട് മണ്ഡലം, അവർ ഇപ്പോൾ പ്രതിദാനം ചെയ്യുന്ന വയനാട് മണ്ഡലം, ഭാവിയിൽ തിരഞ്ഞെടുപ്പ് വീണ്ടും വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വയനാട് മണ്ഡലം, അതിൽ വലിയ തരത്തിലുള്ള മേൽക്കൈയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ട് മുസ്ലിം ലീഗിനെ അത്ര കണ്ട് പിണക്കി അല്ലെങ്കിൽ അവരെ വൈകാരികമായി മുറിവേൽപ്പിച്ചതിന് ശേഷം അവർക്ക് താല്പര്യമില്ലാത്ത ഒരാളിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരുന്നതിനോട് കടുത്ത വിയോജിപ്പുണ്ട് എന്ന് തന്നെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധിയും ഒപ്പം ഖാർഗെയും അറിയിച്ചു എന്നുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി ആയുള്ള ചർച്ചകൾ വീണ്ടും ചൂട് പിടിച്ചിരിക്കുന്നു എന്ന് പറയാൻ കഴിയും. ശരി, വ്യക്തമാണ്. എന്തായാലും സംസ്ഥാനത്ത് മുഖ്യമന്ത്രി തീരുമാനത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുൻപെടുത്ത ചർച്ചകളൊക്കെയും പരാജയമായിരുന്നു. ഇപ്പോഴിതാ കൂടുതൽ ചർച്ചകളിലേക്ക് മുതിരുകയാണ് ഹൈക്കമാൻഡ്. ഇതിൽ പിന്നാലെ ഇപ്പോൾ മുൻ KPCC അധ്യക്ഷന്മാരെ ഇപ്പോൾ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു. എന്തായാലും ഈ ഒരു ചർച്ചയ്ക്ക് ശേഷം അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഡി ബിനോയാണ്.